നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്ന ഒരു വലിയ പടക്കക്കടയിലാണ്. വലിയ പടക്കക്കട എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പടക്കം പലതരത്തിലുള്ള പടക്കങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത വിചാരിക്കണം. ജയ്സ, നമ്മൾ പടക്കക്കടയിലോട്ട് പോകല്ലേ? അപ്പോൾ നമ്മൾ പടക്കക്കടയിൽ പോയിട്ട് പടക്കക്കടയിലെ വിലയും കാര്യങ്ങളൊക്കെ തീർക്കാം. അപ്പം നമ്മൾ നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരു വലിയ പടക്കക്കടയിൽ. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ, ക്രിസ്മസ് വരുന്നതിന് മുന്നോടിയായിട്ട് അപ്പോൾ പടക്കക്കടയുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഇപ്പോൾ പലയിടത്തും കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത്, അതായത് സുഹൃത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചങ്ക് സുഹൃത്തിൻ്റെ സുഹൃത്താണിത്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നമ്മൾ നേരെ വന്ന പത്തനംതിട്ടയിലെ പടക്കക്കടയിലാണ്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് തന്നെ പോകാം. നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. ഉദ്ഘാടനം കഴിഞ്ഞാണ് വന്നത്. വളരെ സങ്കടമുണ്ട്. ഉദ്ഘാടനം രാവിലെ 10 മണിക്കായിരുന്നു, ഞങ്ങൾ വന്നത് 1 മണിക്ക്. അപ്പോൾ എന്ത് ചെയ്യാനാ? അപ്പോൾ എന്തായാലും കാര്യങ്ങൾ നമ്മൾ കാണിച്ചാൽ പോരെ ആൾക്കാരെ? അപ്പോൾ ഉദ്ഘാടനത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം. അപ്പോൾ നമുക്ക് അകത്തോട്ട് തന്നെ കയറാം. എങ്ങനെ അകത്തോട്ട് വന്നോട്ടെ? അപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചേക്കാം മൊത്തം പ്രൊഡക്റ്റുകൾ. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ എവിടുന്ന ഏകദേശം ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് അറിയില്ല. പടക്കം പൊടുത്ത സൗണ്ട് മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് എവിടുന്ന എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. ഇങ്ങോട്ട് അടുത്തോട്ട് വാ. പലതരത്തിലുള്ള കൊരപ്പുകൾ, പലതരത്തിലുള്ള ആന പോലൊക്കെ കൊരപ്പൂ വരുമോ? ബ്രാൻഡ് കളർ വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, പിന്നെ ഗോൾഡൻ വരുന്നുണ്ട്, പല കളറുകൾ. കൊരപ്പിന്റെ സെക്ഷൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് പീകോക്ക് പോലെ പല രീതിയിലൊക്കെ അതായത് ഒരു സൈഡ് കൊരപ്പ് സാധാരണ ഒറ്റ സ്ട്രക്ചർ പല സ്ട്രക്ചറായിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ ഇതിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളൊക്കെ? ഏകദേശം ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പം ഞങ്ങളിപ്പോൾ തപ്പി വന്നപ്പോൾ തന്നെ ഉള്ളോട്ടാണ് നിങ്ങളുടെ കട ഇരിക്കുന്നത്. അത് കാരണം എന്താണെന്ന് പറയാം? റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ പടക്കത്തിന്, എക്സ്പ്ലോസീവ്സിനൊക്കെ. അതുപോലെ ഹോസ്പിറ്റല്, പിന്നെ അധികം പബ്ലിക് ആയിട്ടുള്ള കുറച്ച് മാറി നിൽക്കണമെന്നാണ് പറയുന്ന റൂൾസ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് മാറി നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഏകദേശം എവിടെ നിന്നാണ് നിങ്ങൾ കൂടുതൽ ഇത് സപ്ലൈ? ശിവാശി അല്ലേ? ശിവാശി ആണല്ലോ ഇതിന്റെ ഒരു മെയിൻ കേന്ദ്രം. അപ്പോൾ എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കും? എത്ര ഉണ്ടെങ്കിലും കൊടുക്കും അല്ലേ? അപ്പോൾ നമ്മുടെ പേരെങ്ങായിരുന്നു? നിയാസ്. അപ്പോൾ നിയാസിക്ക, അപ്പോൾ നമ്മൾ ഇവിടെ തുറക്കുന്നോട് കണ്ടു സിംഹത്തിന്റെ പടക്കമുണ്ട്, മയിലിന്റെ പടക്കമുണ്ട്, ആനപ്പടക്കമുണ്ട്, കൊരപ്പാണല്ലേ? പടക്കം, മാലപ്പടക്കം. ശരി. ഓ, മാലപ്പടക്കത്തിന്റെ ഓരോ ഇതാണല്ലേ? ഇത് 2000 പടക്കം ഒരു സെറ്റില് 2000 പടക്കം അല്ലേ? VIP ക്രാക്കർ ശിവകാശി. ഓക്കെ, ഇത് 1000 ആണ്. അപ്പൊ ഇതിലേക്ക് ഏകദേശം എന്ത് റേഞ്ച് വരും? പ്രൈസ് റേഞ്ച് ഫിക്സഡ് റേറ്റ് ആണോ? ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ റേറ്റ് പറയണ്ട, അതിന്റെ താഴെ നിൽക്കുന്ന സംഭവം വലിയ റേറ്റ് വരുന്നതല്ല. ഓക്കെ, മേലോട്ട് പോയി പെടുന്നത് ഇതല്ല 240 ഷോട്ട് അല്ലേ? ഇത് എത്ര രൂപയുടെ പ്രോഡക്റ്റ് ആണ്? 4000 രൂപ 5000 രൂപ കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ ബൈഹാട്ടല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ പുതിയതായിട്ടൊരു ഇതാണ്. ഓക്കെ. അപ്പൊ പുതിയതായിട്ട് വരുന്നവർക്ക് ഇതൊരു വലിയൊരു പ്രയോജനപ്രദമാകട്ടെ. അപ്പൊ കത്തിച്ചൊക്കെ നോക്കേണ്ടവർക്ക് നേരെ ഇവിടെ വന്ന് വാങ്ങിച്ച് കത്തിച്ചു നോക്കാം. ഇപ്പൊ കത്തിക്കാൻ പോയ ഞങ്ങള് എത്തിച്ചു കൊടുക്കും. പാടില്ല. ആ ഗുണ്ടല്ലേ? അതെ, ഇതൊരു ഗുണ്ട്. ഇതൊക്കെയാണ് സംഭവം. സിംഗിൾ പടക്കം. അത് ഓലപ്പടക്കം 1000 എണ്ണം ഒറ്റ മാലയല്ല, മാലപ്പടക്കത്തിന് 1000 എണ്ണം സിംഗിൾ ആയിട്ടുള്ളതല്ലേ? ആ ബീഡിപ്പടക്കം. പണ്ട് കയ്യിൽ ഇരുന്ന് പൊട്ടിക്കുന്നത് അപ്പോ ആശാനെ ബിസ്ക്കറ്റോ വരുന്നതല്ലേ? ഓക്കെ. അപ്പൊ ഇത് സിംഗിൾ ആയിട്ട് നമുക്ക് ഒന്ന് പറഞ്ഞു തന്നെ ഏകദേശം. ഇത് ചെറിയ കുണ്ട്, ഇത് വലിയ കുണ്ട്, ഇത് മറ്റേ കറങ്ങുന്ന കുരാപ്പ്, ഇത് ലാത്രി അതുകൊണ്ട് കറക്കുക. എന്തെല്ലാം പണ്ടൊക്കെ പടക്കം പൊട്ടിച്ച കാലം മറന്നുപോയി. പച്ച ഇത് പിന്നെ നല്ല പച്ചയ്ക്ക് നല്ല സൗണ്ട്. അതെ, ഇതോ ഇന്ത്യൻ ടോണോ? ഇത് ഓരോ ബ്രാൻഡാണ്, ഓരോ കമ്പനികളുടെ അല്ലേ? ഓക്കെ. പടക്കം ഇത്ര ഡെസിബിളേ പാടുള്ളൂ അല്ലേ? ഡെസിബിൾ എന്ന് ഉദ്ദേശിക്കുന്ന ഇനിയും MBD വാക്കാണ്. അതിന് നിങ്ങൾക്ക് ഇനിയും ബാധകമാണെന്ന് പറഞ്ഞില്ല. ദേവിയെ നേരെ കേട്ടല്ലേ അറിയാതെ പറഞ്ഞു പോയതാണ്.
എംബിയുടെ പണി ചെയ്യുന്നവരെ പിടിച്ച് പടക്കക്കട കൊണ്ടുവന്ന് ഇത് ചെയ്യും പേരെ. ഓക്കെ, അതൊക്കെ പോട്ടെ. ഓക്കെ, പിന്നെ വലിയ പൂത്തിരിയുണ്ട്, പിന്നെ റോക്കറ്റ്, ഇതെല്ലാം പൂത്തിരിയാണ്. ഇതെല്ലാം പൂത്തിരി അല്ലേ? ഓക്കെ, ചുവപ്പ് കളർ വരുന്നുണ്ട്, പല കളർ വരുന്നുണ്ട്, പച്ച കളർ വരുന്നുണ്ട്, പിന്നെ ഇലക്ട്രിക്, അതായത് മറ്റേ ഈ കറണ്ടിന് പോലെ കറണ്ടിന്റെ ഇലക്ട്രിക്. ഓക്കെ ഓക്കെ. പിന്നെ കൈക്കകത്തിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഇത് നമ്മളത്തേക്ക് ചെറിയ പൊട്ടൽ വരും. പൊട്ടൽ വരും. ഇതിനല്ലേ? വരുന്നില്ല, പൊട്ടൽ പോലെ വരും. ഓക്കെ ഓക്കെ. ഇതിപ്പോ ഒരു 3.5-4 ലക്ഷം സാധനം ഉണ്ടല്ലേ? അപ്പോൾ വേണ്ടെങ്കിൽ വീണ്ടും വരും. അപ്പോൾ ഇതെന്നാ സാധനം? ഇത് പടക്കമാണ്. പടക്കം. സോറി, ഇത് പടക്കമല്ല. ഇത് ബട്ടർഫ്ലൈ അല്ലേ? ബട്ടർഫ്ലൈ പോലെ വരും. ആഹാ, കൊള്ളാമല്ലോ സംഭവം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ. പാമ്പല്ലേ? എന്നാ സംഭവം? പാമ്പോ? പാമ്പിനെ പോലും വെറുതെ വിടത്തില്ല. പാമ്പിനെ പോലും വെറുതെ വിടില്ല. പാമ്പ് പോലെ വരുന്ന സംഭവമാണ്. പാമ്പ് പോലാവും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പാമ്പ് പോലാവും. പിന്നെ ടൈഫൽ ടവർ, എല്ലാം ഓരോരോ വെറൈറ്റി സംഭവങ്ങളാണ് ചെയ്തത്. പിന്നെ ആവശ്യമുള്ള കൊരോപ്പുകൾ. ഒരു ലോട്ടസ് ബോക്സ്, അതിന്റെ പേര് ലോട്ടസ് ബോക്സ്. എല്ലാം എല്ലാം അത് കലക്കി. കണ്ടോ ഒരു കിറ്റ്? ഇപ്പോൾ ഞാനിപ്പോ ഒരു സംഭവം കണ്ടു ഒരിടത്ത്. അതായത് ഒരു ആയുർവേദ കിറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ക്രിസ്മസ് കിറ്റ് അല്ലേ? ക്രിസ്മസ് കിറ്റ് ആണോ അതോ ഉദ്ദേശിക്കുന്നത്? അതോ എങ്ങനെ? തിരിയുണ്ട്. ഇത് കൊള്ളാമല്ലോ ഈ പാമ്പിന്റെ അല്ലേ? അപ്പൊ ഇത്രയും സാധനമാണ് അവരുടെ കിറ്റ് അല്ലേ? ഈ സാധനത്തിന്റെ ലിസ്റ്റ് കാണിക്കുന്ന കുഴപ്പമുണ്ടോ? ഇത് കിറ്റായിട്ട് വരുന്ന കേട്ടോ. ഇത് കിറ്റായിട്ട് വരുന്ന കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത്, ഇത്രയും സാധനം ഇതിനകത്ത് വരുന്നതാണ്. ഓ, ഇനിയും കൂടുതലുണ്ടോ വരുന്നല്ലേ? സിൽവർ ബോക്സ്. സിൽവർ ബോക്സ് അല്ലേ? ഓ, 40 ഐറ്റം ഉണ്ടല്ലേ ഇതിനകത്ത്? 30 ഐറ്റം, 10 ഐറ്റം കുറവ്. ഇതിന് വില വരുന്നത് നോക്കുമ്പോൾ 600-700 താഴെ വരത്തുള്ളൂ. 600-700 രൂപ താഴെ വരത്തുള്ളൂ. 700 താഴെ വരത്തുള്ളൂ മാർക്കറ്റ് അല്ലേ? ഓക്കെ. പ്രൈസ് ഇട്ടിട്ടില്ല. നിങ്ങളോ? അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഞങ്ങൾക്ക് ഒരു സ്നേഹം. ഹാപ്പി ക്രാക്കേഴ്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഞാൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. എല്ലാം തൊട്ട് കളിക്കരുത്. വളരെ നന്ദിയുണ്ട്. അപ്പോൾ സംരംഭം വിജയിക്കട്ടെ. അപ്പോൾ എന്തായാലും സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുട്ടായി ഞങ്ങൾക്ക് തന്നില്ല, എന്നാലും എടുത്ത് ഞങ്ങളിങ്ങനെ എടുക്കുക. ഒരു കാർക്ക് വേണ്ട എടുക്കാം അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ പത്തനംതിട്ടയിലുള്ള ആർക്കെങ്കിലും, പത്തനംതിട്ട പ്രാന്ത പ്രദേശങ്ങളിലുള്ള ആർക്കെങ്കിലും അതായത് പടക്കമോ കാര്യങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ, അതെ, നിങ്ങൾക്ക് ഈ നമ്പർ ഞാനിപ്പോൾ ഇടുന്ന ഡിസ്ക്രിപ്ഷൻ ഇടുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ ഒക്കെ വേണമെങ്കിൽ, ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് വന്നെടുത്തെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ്. നമുക്ക് മറക്കാൻ പറ്റുന്ന ചില ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ അപ്പോൾ മാക്സിമം നമ്മുടെ സുഹൃത്തിൻ്റെ ഈ സംരംഭത്തെ ഒന്ന് വിജയിപ്പിക്കുക. നിങ്ങളുടെ എല്ലാ സഹകരണവും എന്താ പറയുക, സഹകരണവും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അതായത് എല്ലാ കോപ്പറേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഒരു യുവ സംരംഭകൻ, ഒരു പുതിയ പ്രസ്ഥാനം കൂടെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പലരും പല രീതിയിലുള്ള നെഗറ്റീവുകളാണ് പറയുന്നത്. ആ ഒരു നെഗറ്റീവിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് എല്ലാവരും ജാതി മത ഭേദം എന്നില്ലാതെ എല്ലാവരും വന്ന് ഇദ്ദേഹത്തെ നമ്മുടെ ഈ സുഹൃത്തിൻ്റെ സംരംഭത്തെ വിജയിപ്പിക്കുക. എല്ലാവരുടെ ആശംസകളും. ഓക്കെ, ഇനി എന്തെങ്കിലും വേണോ? ഇത് തന്നെ വലിയ കാര്യമല്ലേ? ഓക്കെ. ഇദ്ദേഹത്തിന്റെ പേര് ഷമീർ അല്ലേ? ഷമീർ എന്നോട് പറഞ്ഞു ഷമീർ എൻ്റെ ഫോളോവറാന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഓക്കെ ഷമീർ, താങ്ക് യു. അപ്പോൾ നടക്കട്ടെ. റോബിൻ ബസ് അതെവിടെ? ബസ് എവിടാ? റോബിനോ? അയ്യോ, അതുകൊണ്ട് പറ്റത്തില്ല കേട്ടോ. അയ്യോ, ഞങ്ങളുടെ ബ്രാൻഡാ റോബിൻ. ഇത് ഞങ്ങളുടെ ബ്രാൻഡ് ഗിരീഷേട്ടൻ്റെ ബ്രാൻഡ്. ഓക്കെ, അതിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ. ടീം റോബിനകത്തുള്ളൊരു പാർട്ടാണ്. ഗിരീഷേട്ടൻ എന്ത് പറഞ്ഞാലും അടിക്കാതെ അടിക്കും. ആദ്യത്തെ വൈൻഡാണ് നമുക്ക്. അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. മില്ലുകാരൻ. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ ഈ പ്രാന്തപ്രദേശത്ത് എവിടെയെങ്കിലും വരികയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ റോഡെന്ന് പറഞ്ഞാൽ പത്തനം ടൗണിൽ നിന്ന് സന്തോഷ് ബുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടുന്ന് ജസ്റ്റ് അതായത് പത്തനംതിട്ട വരുമ്പോൾ സന്തോഷ് ബുക്ക് ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് എടുക്കുക. പ്രക്കാനം പോകുന്ന റൂട്ടാണ് അല്ലേ? പ്രക്കാനം പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഗൂഗിൾ മാപ്പിനകത്ത് നിങ്ങൾ ഏകദേശം കണ്ടു കാണും. അപ്പോൾ ഈ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇൻ കേസ് ഇവിടെ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഒരു വേണ്ട ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്രാന്തപ്രദേശങ്ങളെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് വേണം നമ്മുടെ ഒരു സംരംഭകരെ പടുത്തുയർത്താൻ. കാണാൻ അടുത്ത വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനിക.